T20 ലോകകപ്പിൻ്റെ ഒന്നാം സെമി ഫൈനൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ട് ന്യൂസിലൻഡ് വിജയിച്ചിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദക്ഷിണാഫ്രിക്ക പഠിക്കൽ കള്ളമുടയ്ക്കുന്ന ടീമെന്ന ഖ്യാതി ഇക്കുറിയും കൈവിട്ടിട്ടില്ല. എന്തു തോന്നുന്നു രമേശ്? ഈ ടൂർണമെൻറ്റിലും നല്ല ഫോമിൽ തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്ക. പക്ഷേ നിർഭാഗ്യം, പിന്നെ ഒരു സമ്മർദ്ദത്തിനെ അതിജീവിക്കാൻ പറ്റിയില്ല. ഇത്രയും വലിയ ബൗളിംഗ് നിര ഉണ്ടായിട്ടും വേഗമേറിയൊരു സെഞ്ചുറി എതിരാളികളിൽ നിന്ന് അതൊരു വല്ലാത്തൊരു മാനസികാഘാതമാണ്. തോൽവിയെ അടിച്ച് പരിപ്പിളക്കി. കാരണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഏറ്റവും മനോഹരമായ, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും എല്ലാം കൊണ്ടും ഇത്തവണത്തെ ഏറ്റവും അതുല്യമായ ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. നമ്മൾ കപ്പെടുക്കുമെന്ന് തന്നെയാണ് കരുതി. ഇന്നലെ ന്യൂസിലൻഡ് എപ്പോൾ തോറ്റെന്ന് ചോദിച്ചാൽ മതി എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോഴും നമ്മളെ എല്ലാം ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്ന ഈ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു പരിപാടിയുണ്ട്. ഒന്നീ സെമിയിലല്ലേ ഫൈനലിലോട്ട് പോകത്തില്ല. സെമി ഫൈനലിൽ കാലിടറി വീഴുക എന്നുള്ളത് അവരുടെ ഖ്യാതിയാണ്. അത് ഏതാണ്ടൊരു 87 ലോകകപ്പ് തൊട്ട് 87 91 ലോകകപ്പാണ് 91 ലോകകപ്പാണെന്ന് തോന്നുന്നു. ഒരു ബോളിൽ 22 റൺസ് അടിക്കേണ്ടി വന്ന സെമി ഓർക്കുന്നുണ്ട്. ഇംഗ്ലണ്ടുമായിട്ട് കളിച്ചത് 92 വേൾഡ് കപ്പിലാണ് ആ സംഭവം നടക്കുന്നത്. അന്ന് തൊട്ട് ഈ സൗത്ത് ആഫ്രിക്ക ഒരു ഭാഗ്യമില്ലാത്ത ടീം. ഇതേ അവസ്ഥയാണ് ന്യൂസിലൻഡിന് ഒരുപാട് മത്സരങ്ങൾ അവര് ഈ ജയിച്ചു വന്നിട്ട് ദീപക് പട്ടേലിന്റെ ബോളിങ്ങിന്റെ ഒക്കെ കാലത്ത് ജയിച്ചു വന്നിട്ട് അന്ന് തോറ്റുപോയി. അത് 92 തന്നെയാണ്. അപ്പം അവരാണ് മറ്റേ ആദ്യമായിട്ട് ഓപ്പണിംഗിൽ സ്പിൻ ബോളർ ആ ടൂർണമെന്റിൽ അവതരിപ്പിക്കുന്നത്. സ്പിൻ ബോളർ കൊണ്ടുവന്ന മാർക്ക് ഗ്രേറ്റ് ബാച്ച് എന്ന് പറയുന്ന അയാളാണ് ഈ അറ്റാക്കിംഗ് ബാറ്റിംഗ്. അതിനു മുമ്പ് തന്നെ ശ്രീകാന്ത് തുടങ്ങിയിട്ടുണ്ട്. ശ്രീകാന്ത് എന്നാലും ഒരു വേൾഡ് കപ്പിലൊക്കെ അത് ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന അവരാണ്. ആ ഗ്രേറ്റ് ബാച്ചിനെ കണ്ടിട്ടാണ് 96 വേൾഡ് കപ്പില് ശ്രീലങ്ക ഈ തന്ത്രം പ്രയോഗിക്കുന്നത്. അതെ, പിന്നീട് ഒരുപാട് ലോകോത്തര ബാറ്റ്സ്മാൻമാരൊക്കെ ഈ സൗത്ത് ആഫ്രിക്കയെ പോലെ തന്നെ ന്യൂസിലൻഡിനും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കും നിർഭാഗ്യം. അപ്പം രണ്ട് നിർഭാഗ്യവാന്മാർ തമ്മിൽ ആണ് കഴിഞ്ഞ സെമിയിൽ കളിച്ചത്. നമുക്ക് അതും ശ്രദ്ധിക്കാം. കഴിഞ്ഞ 2024 ഏകദിന ലോകകപ്പ്, 2024 ഏകദിന ലോകകപ്പാണ്. ഈ ഏകദിന ലോകകപ്പിൽ അപരാജിത ടീമായിട്ട് വന്ന ടീമാണ് ന്യൂസിലൻഡ്. സെമി വന്ന് ഓസ്ട്രേലിയയോട് തോറ്റു, അതോ ഇന്ത്യയോട് തോറ്റു. അപ്പം ഇന്ത്യ ഫൈനലിൽ തോറ്റു. അപ്പോൾ ഈ അത്രയും അന്ന് ഈ രജിൻ രവീന്ദ്ര എന്ന് പറയുന്ന കളിക്കാരൻ തുടർച്ചയായിട്ട് സെഞ്ചുറികൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരുന്നവരാണ്. പക്ഷെ അവർക്ക് ഇന്ത്യ എന്ന് നേടിയ ഒരു വലിയ സ്കോറിനെ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ? ഇന്ത്യ ഈ 380 മേളിൽ റൺസ് അടിച്ച്, എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇന്നലത്തെ കളിയിൽ ശരിക്കും ടോസ് പോയപ്പോഴേ സൗത്ത് ആഫ്രിക്ക മാനസികമായിട്ട് തോറ്റു. കാരണം ഈഡൻ ഗാർഡൻസ് എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ ടോസ് കിട്ടുന്നവർക്കാണ് മുൻതൂക്കം. അവരെന്തായാലും ആദ്യം ബാറ്റ് ചെയ്യില്ല. അവർക്കെതിരെ ഇന്ത്യയും അങ്ങനെയായിരുന്നല്ലോ, വെസ്റ്റ് ഇൻഡീസിന്. അപ്പം ഇന്നലത്തെ കളിയിൽ ശരിക്കും ഫിൻ അലൻ എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ, അയാളൊരു ഭയങ്കര പ്ലെയറാണ്. ശരിക്കും അയാളെ ആരും നമ്മൾ ഇന്ത്യയിലെ IPL ശരി, BBL ബിഗ് ബാഷ് ലീഗിലാണെങ്കിലും ശരി, ഇങ്ങേര് ടീമിലുണ്ട്, ഏതൊക്കെയോ ടീമിലുണ്ട്. അങ്ങനെ ആരും എടുത്തു. പക്ഷെ അങ്ങനെ ഈ ആഭ്യന്തര ടൂർണമെന്റുകൾ 2020 ടൂർണമെന്റുകളിൽ പോയി അടി എന്ന് പറഞ്ഞാൽ ഭീകരടി അടിക്കുന്ന ഒരാളാണ്. അത് ഇന്നലെയാണ് നമുക്ക് കാണാൻ പറ്റും. അല്ല, അവിടെയാണ് പ്രശ്നം. ഇന്ത്യ എന്തുകൊണ്ട് ദക്ഷിണാഫ്രിക്കയോട് തോറ്റു എന്ന് പറഞ്ഞാൽ വിക്കറ്റുകൾ വലിച്ചെറിയായിരുന്നു. അതെ, ഇന്നലെ ന്യൂസിലൻഡിനെതിരെ വെറുതെ വിക്കറ്റുകൾ അവർ വലിച്ചെറിയായിരുന്നു. ആദ്യത്തെ 2 വിക്കറ്റ് വീണതിന് ശേഷം ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് നിന്നിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ടു. അതിനുള്ള ആളുണ്ട് ഇപ്പം, ഈ പറയുന്ന മില്ലർ. അതെ, പക്ഷെ അവരെല്ലാം അനാവശ്യ ഷോട്ട് അടിച്ച് ആദ്യത്തെ 5 വിക്കറ്റ് അങ്ങ് കളഞ്ഞു. അതിൻ്റെ ഇടയിൽ മിഡിൽ ഓർഡർ കഴിഞ്ഞിട്ടുള്ള 2 പേരാണ് ഈ സ്കോറിനെ ഇത്രയെങ്കിലും മെച്ചപ്പെട്ട യാൻസൺ. അപ്പം അവിടെയാണ് അവർക്ക് പാളിപ്പോയത്. വിക്കറ്റുകൾ അവർ കുറച്ചും കൂടെ കരുതലോടെ സൂക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് അനായാസമായിട്ട് ഇന്നലെ 200 റൺസ് അടിക്കാമായിരുന്നു. പക്ഷെ 250 അടിക്കണം എന്ന ആഗ്രഹത്തിൽ ഇവർ അടിക്കാൻ നിന്നിട്ടാണ് ഈ വിക്കറ്റുകളെല്ലാം നഷ്ടമായത്. പിന്നെ തുടരെ വിക്കറ്റുകൾ, ഒരു വിക്കറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വിക്കറ്റ് അടുത്ത പന്ത്. അതിനകത്ത് ആ മാർക്രത്തിന്റെ ക്യാച്ച് ഒരല്പം കോൺട്രാവേഴ്സിയുള്ള പിടിച്ച് ആ ക്യാച്ച്, അത് തേർഡ് അമ്പയർ അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡാരിൽ മിച്ചൽ ആ ക്യാച്ച് എടുത്തിരിക്കുന്നത്. ആ നഖം ഉണ്ട്. പന്ത് ഗ്രൗണ്ടഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ കളിക്കാരന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് പുള്ളിയോട് അമ്പയർ ഔട്ടാണോന്ന് ചോദിച്ചാൽ പുള്ളി അറിഞ്ഞൂടാന്നാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു വിരലെങ്കിലും പന്തിനടിയിൽ ഉണ്ടായിരിക്കണം.
പന്ത് മണ്ണിൽ തട്ടാനും പാടില്ല. ഈ എപ്പോഴും നമ്മൾ ക്യാച്ച് ചെയ്യുമ്പം പന്തിനടിയിൽ നമ്മുടെ വിരലുണ്ടെങ്കിൽ പക്ഷേ ഗ്രൗണ്ടിൽ പന്ത് ഉരസാനും പാടില്ല. ഇല്ല, ഇത് പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അത് ആ ഒരു ക്യാച്ചിനെ നമുക്ക് ഒരു ന്യായീകരിക്കാൻ പറ്റുന്നത്. അതിനകത്തൊരു സംശയമുണ്ട്, ആ ക്യാച്ചിനകത്ത് സംശയമുണ്ട്. പക്ഷേ സൗത്ത് ആഫ്രിക്ക അത് പ്രകടിപ്പിച്ചിട്ടില്ല. പലപ്പോഴും അവർക്ക് ഈ ദൗർഭാഗ്യങ്ങളുടെ രാജകുമാരന്മാരാണ് അവർ. അതെ, അമ്പയർ എപ്പോഴും സംശയം വരുമ്പം മറ്റേ അമ്പയർ ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം പോകുന്നതാണ് അവരുടെ രീതി. ഈ ക്രിക്കറ്റിലെ ഒരു നിയമം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ വരുമ്പോൾ ബാറ്റ്സ്മാൻ അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ്. കാരണം ബൗളർക്ക് പിന്നെ ഒരു ചാൻസ് ഉണ്ട്, ബാറ്റ്സ്മാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ നമ്മുടെ വിധി വരുന്നത് ബാറ്റ്സ്മാൻ സംശയാസ്പദമെങ്കിൽ വിധി ബാറ്റ്സ്മാൻ അനുകൂലമായിരിക്കണമെന്നാണ് പറയാറുള്ളത്. പിന്നെ ഈ അമ്പയേഴ്സിന്റെ അവരും മനുഷ്യരാണ്, അതെ, അവരുടെ ഒരു തോന്നലൊക്കെ കൊണ്ടായിരിക്കും. എന്താണെങ്കിലും ഇന്നലത്തെ അസാധ്യ കളിയായിരുന്നു. കളി എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിരുന്നു കളിയെങ്കിലും ന്യൂസിലാൻഡിന്റെ കളി ഭയങ്കര. അതായത് മറ്റേ ന്യൂസിലൻഡിന് വേണ്ടി സെഞ്ചുറി നേടിയ അലൻ ആ പുള്ളി എന്ന് പറയുന്നത് 20 പന്തിലാണ് 50 എടുത്തത്, 19 പന്തിലാണ് 50 എടുത്തത്. പക്ഷേ അടുത്ത 14 പന്തിൽ വീണ്ടും 50 അടിച്ചു. അതാ ഈ T20 ലോകകപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വേഗമേറിയ സെഞ്ചുറി. പക്ഷേ ഈ അലൻ എന്ന് പറയുന്നത് ഒരുപാട് മിസ്ഹീറ്റുകളുണ്ട് ഈ കളിയിൽ, ഒരുപാട് മിസ്ഹീറ്റുകളുണ്ട്. ഇന്നലെ നമ്മൾ ഈ ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് ഇന്നലെ ഇവരുടെ കൈക്കടയിൽ കൂടെ ബോൾ പോകുന്നത് നമ്മൾ. അതെ, ഒരുപാട് മിസ്ഹീറ്റുകളുണ്ട്. ആ മിസ്ഹീറ്റുകൾ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗ്യം ആ പുള്ളിയുടെ ദിവസമായിരുന്നു ഇന്നലെ, അതുകൊണ്ട് കിവീസ് രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ പുള്ളി രജിൻ രവീന്ദ്ര 2 ഷോട്ട് ഇതിൻ്റെ ഇടയിൽ അവസാനം വന്നിട്ട് കളിച്ചു. 2 ഗ്രൗണ്ട് ഷോട്ടായിരുന്നു, പക്ഷേ 2ഉം അസാധ്യ ഷോട്ടുകളായിരുന്നു. ഈ രജിൻ രവീന്ദ്ര ഈ ടൂർണമെന്റ് ബാറ്റ്സ്മാനായിട്ടല്ല അറിയപ്പെട്ടിരിക്കുന്നത്, അയാൾ ബോളറായിട്ടാണ്. അയാൾ നല്ലപോലെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അയാൾ ഒരു കളിയിൽ 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കളിയിൽ 4 വിക്കറ്റ്. ബാക്കി എല്ലാ കളിയിലും ചുരുങ്ങിയ 2 വിക്കറ്റെങ്കിലും എടുത്തിട്ടുണ്ട്. ആ ബോളിങ്ങിലാണ് അയാൾ ഇത്തവണ. ആ ബോളിംഗ് കൊണ്ട് ഈ ഡാരിൽ മിച്ചലൊക്കെ എന്താണ് ടീമിൽ നിൽക്കുന്നതെന്ന് പോലും നമുക്ക്. പക്ഷേ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഫൈനൽ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ബാറ്റ്സ്മാൻ ഈ രജിനായിരിക്കും. അയാൾക്ക് ഇന്ത്യൻ സാഹചര്യങ്ങൾ അറിയാം. ഇന്ത്യൻ ബോളേഴ്സിനെ വെറൈറ്റിയെ നേരിടാനുള്ള ടെക്നിക്കൽ കപ്പാസിറ്റി ഉണ്ട്. പുള്ളി എങ്ങനെ കളിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഈ അലൻ ഫിന്നെ പോലെ മിസ്സീറ്റുകളൊക്കെ വന്നാൽ ഉണ്ടാക്കുന്ന ബാറ്റ്സ്മാൻമാർക്ക് ഫൈനലിൽ അങ്ങനെ ഒരു ഭയങ്കര ഭാഗ്യം ഇനിയൊരിക്കൽ കിട്ടണമെന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർ ന്യൂസിലൻഡിൻ്റെ കൂടെ ഗ്ലെൻ ഫിലിപ്സ്. കാരണം ഗ്ലെൻ ഫിലിപ്സിൻ്റെ കയ്യിൽ നിന്ന് ഒറ്റ ക്യാച്ചാണ് ഇത്തവണ ഈ ഒരു ടൂർണമെൻറ്റിൽ പോയത്. അതൊരു നിർണായക ക്യാച്ചുമായിരുന്നു കഴിഞ്ഞ ഒരു കളിയിൽ. അത് നമ്മളത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. വളരെ സിമ്പിളായൊരു ക്യാച്ചയുടെ കയ്യിൽ. പക്ഷേ അയാളുടെ ഈ ചുറ്റുവട്ടത്തിൽ എതിലേലും പറന്നു പോയ അയാളെ പറന്നു പിടിക്കും. ഇപ്പം ലോക ക്രിക്കറ്റിലുള്ള ഏറ്റവും ഉഗ്രം ഫീൽഡർ പുള്ളിയാണ്. പഴയ ജോൺ ഡി റോഡ്സ് പോലും മാറി നിന്നു പോകും, അത്ര ഗംഭീരമായിട്ട്. അതുപോലെ നല്ല ബാറ്റ്സ്മാനുമാണ് അയാൾ. ആ ന്യൂസിലാൻഡും മറ്റ് ടീമുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഈ ഗ്ലെൻ ഫിലിപ്സ് ആണ്. അല്ല, പക്ഷേ ജോൺ ഡി റോഡ്സിന്റെ സാഹചര്യങ്ങൾ വേറെയാണ്. പുള്ളി പരിശീലിച്ചിരുന്ന വേറൊരു കാലത്താണ്. എന്നിട്ടാണ് പുള്ളി ഈ അത്ഭുതമെല്ലാം സാധ്യമാക്കിയത്. ഇന്നത്തെ കാലത്ത് ടെക്നോളജി വേറെയാണ്, ടെക്നിക്സ് വേറെയാണ്. ഇവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, പറക്കാനൊക്കെ പറ്റും. നമ്മൾ ഒരിക്കലും ജോൺ ഡി റോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അയാളെ അനുസ്മരിപ്പിക്കുന്ന ഫീൽഡിംഗ് ആണ് ഈ ഗ്ലെൻ ഫിലിപ്സിൻ്റെ. എന്തായാലും ഈ ഫൈനലിൽ എത്തുമ്പോഴത്തേക്ക് ന്യൂസിലാൻഡിന് ഒരു നല്ല ഊർജ്ജം വന്നിട്ടുണ്ട്. കാരണം ഒരു കളിയും തോക്കാതെ വന്ന സൗത്ത് ആഫ്രിക്കയെ അവരടിച്ച് പറപ്പിച്ച് കളഞ്ഞു. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവരോട് തോറ്റതാ ന്യൂസിലാൻഡ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാന്റെ കയ്യിലാണ് ഇവർ 2 സൂപ്പർ ഓവർ കളിച്ച് രണ്ടാമത്തെ സൂപ്പർ ഓവറിലാണല്ലോ സൗത്ത് ആഫ്രിക്ക കയറി പോകുന്നത്. അതൊരു ഭാഗ്യം കൂടിയായിരുന്നു. ഒരുപക്ഷെ ആ കളി അഫ്ഗാൻ ജയിച്ചിരുന്നെങ്കിൽ ന്യൂസിലൻഡ് ഔട്ടായി പോയി. ഇപ്പം ന്യൂസിലൻഡ് ആയിരുന്നു സെമി കളിക്കുന്ന അഫ്ഗാനായിരുന്നു ന്യൂസിലൻഡ്. എന്തായാലും ന്യൂസിലൻഡിന് ഇത്തവണ കുറച്ച് ഭാഗ്യമുണ്ട്, ഒരു ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ കളിയിലാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇന്നത്തെ കളിയിൽ 2 ടീമിൻ്റെ ഭാഗത്ത് ഒത്തിരി ദൗർബല്യങ്ങളുണ്ട്. അവരുടെ മിഡിൽ ഓർഡർ അത്ര സ്ട്രോങ് ഒന്നുമല്ല. ഇംഗ്ലണ്ടിൻ്റെ അവരുടെ ബൗളിങ്ങിനകത്തും ആർച്ചറിനെയൊക്കെ ആദ്യം 2 അടി മേടിച്ചു കഴിഞ്ഞാൽ ആർച്ചറും ഒന്നുമല്ല. അതും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ആർച്ചർ വളരെ വേഗതയിൽ മാത്രം പന്തെറിയുന്ന ഒരു കക്ഷിയാണ്. അടി കൊണ്ടു കഴിഞ്ഞാൽ പറക്കും. സൂക്ഷിക്കേണ്ട ഒറ്റയാളേ ഉള്ളൂ, സാം കറനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഇപ്പം മാർക്കോ യാൻസൺ സൗത്ത് ആഫ്രിക്കയ്ക്ക് എപ്രകാരമാണോ അതുപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഇംഗ്ലണ്ട് ടീമിലുള്ളതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആൾ സാം കറനാണ്. സാം കറന് എന്ത് പണിയും അയാൾക്ക് ഏത് ദിവസവും അയാളുടേതാക്കി മാറ്റാനുള്ള കഴിവുണ്ട്.
അത് നമ്മൾ IPL-ലും കണ്ടിട്ടുള്ളതാണ്. അല്ലാതെ അയാൾ ഇംഗ്ലണ്ടിൻ്റെ പല കളിയിലും അവരെ രക്ഷപ്പെടുത്തി. അത്ര വലിയ പ്രായമൊന്നുമുള്ള ഒരു പയ്യനൊന്നുമല്ല. അപ്പോൾ ഇനിയും ജോസ് ബട്ട്ലർ ഒരു ഫാക്ടറാണ്. ബട്ട്ലർ ഇന്ത്യക്കെതിരെ ഉറപ്പായിട്ടും ബട്ട്ലറെ അവർ കളിപ്പിക്കും. ഈ ലോകകപ്പിലെ എല്ലാ കളിയിലും പരാജയപ്പെട്ട ബാറ്റ്സ്മാനാണ്. പക്ഷേ അവർ ഇന്ത്യക്കെതിരെ അവർ വേറെ ആരെ മാറ്റിയിട്ടാലും ബട്ട്ലറെ ഉറപ്പായിട്ടും കളിക്കും. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഫീൽഡ് ചെയ്യുമ്പോൾ ടീമിനെ ഉത്തേജിപ്പിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. പിന്നെ അവരുടെ ക്യാപ്റ്റൻ അയാൾ നല്ല ഫോമിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ വിൽജാക്സിനെ നേരിടാൻ എന്തുകൊണ്ടോ അയാളുടെ സ്പിന്നിനെ നേരിടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ടീമുകൾ. അതാണ് നോക്കാം എന്തായാലും. ഇന്നലത്തെ കളിയിൽ അട്ടിമറിയാണ് നടന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ. കാരണം ടൂർണമെൻറ്റിലുണ്ടായിരുന്ന എല്ലാ മത്സരങ്ങളും ജയിച്ചു വന്ന സൗത്ത് ആഫ്രിക്കയാണ് ന്യൂസിലൻഡ് വളരെ ലാഘവത്തോടെ തോൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളി ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ അധികം ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്ക് എല്ലാവിധ വിജയാശംസകളും.